ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹ്നാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് നമുക്ക് വൈകുന്നേരങ്ങളിലും നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അതിന് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തത്. ചൂടുവെള്ളം എടുക്കുമ്പോൾ നമുക്ക് ഡോ ആക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ ഇതാ ഞാനിതിനെ നന്നായിട്ട് കുഴച്ചിട്ട് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെ മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 2 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിന്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി എടുത്തിന്. അപ്പോൾ ഇനി റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിന്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റാം. ഉള്ളി വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അങ്ങനെ ഇതാ ഞാൻ മൂടിയെടുത്ത് മാറ്റിയാണ്. അപ്പോൾ ഈ ഒരു കളറിലായാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച എരിവിന് ആവശ്യമായ പച്ചമുളകും കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവയാണ് ചേർത്തത്. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ബോയിൽഡ് എഗ്ഗാണ് ചേർക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ചിക്കനോ ബീഫോ എന്തായാലും മതി. ഞാൻ ഈ എഗ്ഗിനെ ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിനെ ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് റെഡിയാക്കാം കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കിയതെന്ന് മാത്രം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മൂടി എടുത്തിന്. ഇനി നമുക്കതിൽ നിന്ന് ഓരോ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തിട്ട് ഇതേപോലെ റൗണ്ടുകൾ ഇങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിന്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ റൗണ്ട് എടുക്കുക. ഒരു റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കുക. അതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് മറ്റതും ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. എന്നിട്ട് ചെറിയൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഫോർക്ക് വെച്ചൊന്ന് അമർത്തി കൊടുക്കാം. ഇതാ ഇതുപോലെ. അപ്പോൾ ചെറിയൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ കാണാനൊരു രസം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും അങ്ങനെ ഈ ഡിസൈൻ ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് സ്നാക്സ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും ബ്രൗൺ കളറിലായാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്.
ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.